ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, ഭാര്യ ഒരു ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പെടുന്നു. ഇതുകൊണ്ട് മാനസികമായി തളർന്ന നമ്മുടെ നായകൻ ആ ആക്സിഡന്റിന് കാരണക്കാരനായ കാർ ഡ്രൈവറെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ചെറുപ്പത്തിലെ കാണാതെ പോയ തന്റെ അനിയത്തിക്കുട്ടി, ഹീറോയുടെ അനിയത്തിക്കുട്ടി, അവളെ ഹീറോ അടിക്കടി സ്വപ്നം കാണുന്നു. പെട്ടെന്നൊരു ദിവസം ഈ ചെറുപ്പത്തിൽ കാണാതെ പോയ അവന്റെ അനിയത്തിക്കുട്ടി വളർന്ന വലിയ പെണ്ണായി തിരിച്ചു വരുന്നു. പക്ഷെ ഈ നടക്കുന്ന സംഭവങ്ങളിലെല്ലാം എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, പന്തികേടുകളുണ്ട്. ഇനി അതൊരുപക്ഷെ തന്റെ മാനസികാവസ്ഥയിൽ തനിക്ക് തോന്നുന്നതാണോ, അതോ സത്യത്തിൽ അങ്ങനെയാണോ? ആകെക്കൂടെ മിസ്റ്ററി നിറഞ്ഞൊരു അടിപൊളി കൊറിയൻ ചിത്രമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. 2020 റിലീസ് ചെയ്ത ഇൻട്രൂഡർ. കഥയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. 1 രൂപ പോലും മുടക്കാതെ 10,000-ഓളം അതിശയിപ്പിക്കുന്നതും രസിപ്പിക്കുന്നതുമായ ഓഡിയോ ബുക്കുകൾ കേൾക്കണം. നെവർ ബിഫോർ ഓഫർ. ഇപ്പിതാ കൂക്കു FM കൊണ്ടുവന്നിരിക്കുന്നു 7 ദിവസത്തെ ഫ്രീ ട്രയൽ. നെവർ ബിഫോർ ഓഫർ. ഞാനിപ്പോ ഫ്രാൻസിസ് ഇട്ടിക്കോരയുടെ അതിശയിപ്പിക്കുന്ന മിസ്റ്ററി ത്രില്ലർ, ചരിത്രവും മിത്തും ദുരൂഹതകളും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു കഥാകാലം. വളരെ രസകരമാണ്. നമ്മുടെ കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുമാത്രമല്ല, നമ്മുടെ ആടുജീവിതം, ഏറ്റുമാനൂർ ശിവകുമാറുടെ ആയില്യങ്കാവ്, ഡോക്ടർ ബി ഉമാത്തതന്റെ ഒരു പോലീസ് സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ. ഇങ്ങനെ ക്രൈമും മിസ്റ്ററിയും ഹൊററും ഹ്യൂമറും കലർന്ന ഒരുപാട് ഓഡിയോ ബുക്കുകൾ അവൈലബിൾ ആണ് ഇവിടെ. 20-ൽ പരം പുതിയ ബുക്കുകൾ നമ്മുടെ സ്വന്തം ലാംഗ്വേജിൽ ഓരോ മാസവും ആഡ് ചെയ്തു വരുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫീച്ചേഴ്സും ഉണ്ട് ഈ ആപ്പിൽ. ഒരു വലിയ ഓഡിയോ കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ കൂക്കു FM ബൈറ്റ്സ് എന്ന പേരിൽ ഫുൾ കണ്ടന്റ് ചെറിയ ബൈറ്റായിട്ട് കേൾക്കാം. ആഡ് ഫ്രീ ലിസണിംഗ് ഉണ്ട്, ഓഡിയോ സ്പീഡ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, ഇഷ്ടപ്പെടുന്ന റെക്കമെൻഡേഷൻസ് വരും, പ്രീമിയം ഓഡിയോ ക്വാളിറ്റി, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നോട്ട്സ് എടുക്കാനും പറ്റും. ലേറ്റസ്റ്റ് ന്യൂസ്, ട്രെൻഡ്സ്, സെൽഫ് ഇംപ്രൂവ്മെന്റ് മുതൽ ഫിക്ഷൻ ടു കറന്റ് ഇവന്റ്സ് വരെയുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കേൾക്കാം. വർക്കൗട്ട് ചെയ്യുമ്പോൾ, വീട്ടിൽ റിലാക്സ് ചെയ്യുമ്പോൾ, കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ, എവിടെ നിന്ന് വേണമെങ്കിലും കേൾക്കാം. എല്ലാ പ്രായക്കാർക്കും സൂട്ടബിൾ ആണ്. അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഓഡിയോ ബുക്കുകളുണ്ട്. അടുത്ത 7 ദിവസത്തേക്ക് ഇതെല്ലാം തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇനി പേയ്മെന്റ് സ്ക്രീനിൽ 99 രൂപ കാണിക്കുകയാണെങ്കിൽ പോലും വെറും 2 രൂപ മാത്രമേ ഡിഡക്റ്റ് ആവുകയുള്ളൂ. ആ 2 രൂപ ഉടനെ തന്നെ റീഫണ്ട് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ ഫ്രീ ട്രയൽ സമയത്ത് എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാനും പറ്റും. അതുകൊണ്ട് ആരും തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ കഥയിലെ നായകൻ, നമ്മുടെ ഹീറോ, അത്യാവശ്യം വലിയൊരു ആർക്കിടെക്റ്റാണ്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് കോൺട്രാക്ട് എടുത്ത് ഇവരുടെ കമ്പനി ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ക്ലയൻസിനോട് തന്റെ പുതിയ പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഹീറോ ആകെ ഡിസ്റ്റർബ് ആവുന്നു. അവനെ കൊണ്ട് വാക്കുകൾ പറയാൻ കഴിയുന്നില്ല. ഇത് മനസ്സിലാക്കിയ കൂട്ടുകാരൻ നീ മാറിപ്പോയിക്കോളൂ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ട് ബാക്കിയുള്ള പ്രസന്റേഷൻ കൂട്ടുകാരനാണ് നടത്തുക. ഈ സമയത്ത് ഹീറോ ആകെ ഡിസ്റ്റർബായി, ശ്വാസം കിട്ടാതെ തനിക്ക് സംഭവിച്ചൊരു വലിയ അപകടം, തന്റെ ലൈഫിൽ സംഭവിച്ചൊരു വലിയ അപകടം, ആ ചിന്തയിലേക്ക് പോകും. ഭാര്യയുമായി പുറത്തു പോയതായിരുന്നു. കാറിൽ ഭാര്യയെ ഇരുത്തിയിട്ട് മഴയത്ത് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയ ഹീറോ കാണുന്ന മറ്റൊരു കാറ് തന്റെ പുറകെ വന്ന ഭാര്യയെ ഇടിച്ചു തെറിപ്പിക്കുന്നതാണ്. ഭാര്യ സ്പോട്ടിൽ വെച്ച് തന്നെ മരണപ്പെട്ടു. ഈ സംഭവം കഴിഞ്ഞ് 6 മാസമായിട്ടില്ല. ഈ ചിന്തകൾ, ഭാര്യയുടെ മരണം സംഭവിച്ച ആ ഇൻസിഡൻസ്, അത് ഓർക്കുമ്പോൾ തന്നെ ഹീറോ ആ ഓർമ്മയോടൊപ്പം താനും തന്റെ അനിയത്തിയും ചെറുപ്പത്തിൽ കളിച്ചുകൊണ്ടിരുന്ന ചിൽഡ്രൻസ് പാർക്കിലേക്ക് പോകും. ഇവൻ എന്തുകൊണ്ട് ഈ ചിന്ത കയറി വരുന്നു എന്നറിയില്ല. തന്റെ കാണാതെ പോയ അനിയത്തിക്കുട്ടി. ഡോക്ടറോട് ഈ കാര്യങ്ങളെല്ലാം വിശദമായി ഹീറോ പറയുന്നുണ്ട്. കുറച്ചു നാളായി ഡിപ്രഷന്റെ മരുന്നും കഴിക്കുന്നുണ്ട്. മരുന്ന് കഴിക്കാതിരിക്കരുത്. ആ വണ്ടി ഓടിച്ച ഡ്രൈവറെ പോലീസുകാർ കണ്ടുപിടിച്ചോളും. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. ഇപ്പൊ സ്വന്തം ശരീരവും തന്റെ കുടുംബത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുക, ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുക. അതിന് ഹീറോ, എനിക്കെന്റെ കുടുംബത്തെ ശിഥിലമാക്കിയവനെ കണ്ടുപിടിച്ചാലേ മനസ്സ് തണുക്കുള്ളൂ, അതുവരെ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിറങ്ങും. ഹീറോ തന്റെ കുടുംബ വീട്ടിലേക്കാണ് തിരിച്ചു വരുന്നത്. അവിടെ അമ്മയുണ്ട്. അമ്മയ്ക്ക് ഇന്ന് കുറച്ച് പ്രാർത്ഥനാ കൂട്ടുകാര് വിരുന്നുകാരായി വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് നടക്കാൻ കഴിയില്ല, വീൽ ചെയറിലാണ് അവർ സഞ്ചരിക്കുക. ഹീറോ വീട്ടിലേക്ക് എത്തുന്നു, അമ്മയെ കാണുന്നു. അപ്പോഴാണ് അച്ഛൻ വന്നിട്ട് പറയുക, മോൾ ഒരുപാട് തവണ നിന്നെ വിളിച്ചല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നീ കോൾ എടുക്കാതിരുന്നത്? ഹീറോ, ഞാൻ ബിസി ആയിരുന്നു എന്ന് പറയും. അതൊരു എക്സ്ക്യൂസ് അല്ല. സ്വന്തം മോളെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ കഴിയാതെ നീ എങ്ങനെ ഒരു അച്ഛനാകും? ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മുത്തശ്ശൻ, ഡാഡി ഹീറോയെ ചീത്ത പറയുന്നുണ്ട്. അപ്പൊ അമ്മ പറയും, 6 മാസമല്ല ആയിട്ടുള്ളൂ, അവനതിന്റെ വിഷമത്തിലാണ്, ഇപ്പൊ അവനോട് ഇങ്ങനെ കയർക്കല്ലേ. അപ്പൊ അച്ഛനാണെങ്കിൽ, പിന്നെ എനിക്ക് കാര്യങ്ങൾ പറയണ്ടേ, എന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ?
അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചവൻ്റെ ഫ്ലാറ്റിലേക്ക് പോകട്ടെ. അപ്പോൾ അമ്മയാണെങ്കിൽ അവരെങ്ങനെ അങ്ങോട്ട് തിരിച്ചു പോകും? അവൻ്റെ ഭാര്യയുടെ ഓർമ്മയുണ്ടാവില്ല അവന്. സോ ഹീറോയ്ക്കൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു ഇവർ കുടുംബമായിട്ട് കഴിഞ്ഞത്. ഭാര്യ മരിച്ച പിന്നെ കുടുംബ വീട്ടിലേക്ക് വന്നാണ്. ഹീറോ മോൾ അന്വേഷിച്ച് വരും. ഏന എന്നാണ് അവളുടെ പേര്. അവള് സ്വന്തം മുറിയിലല്ല ഇപ്പം ഇരിക്കുന്നത്. ഹീറോയുടെ അനിയത്തി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ പഴയ അനിയത്തിയുടെ മുറിയിലാണ് ഇവള് കളിക്കുന്നതും പോയി ഒളിച്ചിരിക്കുന്നു. നീ എന്തിനാ ഈ മുറിയിലേക്ക് വരുന്ന മോളെ? ഇതല്ലല്ലോ മോളുടെ റൂം, ഇത് മറ്റൊരാളുടെ മുറിയാണ്. നീ എന്തിനാ എപ്പോഴും ഇങ്ങോട്ട് വരണമെന്ന് ചോദിക്കുമ്പോൾ മോള് പറയും, എൻ്റെ മുറിയിൽ ഒന്നുമില്ല, അവിടെ പേടിയാ എനിക്കിരിക്കാൻ. ഈ മുറിയിലാവുമ്പോൾ കളിക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ട്. എന്നിട്ട് അവള് ചോദിക്കും, എപ്പോഴാണ് അമ്മ തിരിച്ചു വരണേന്ന്. ഹീറോ പറയും, അമ്മ ഇപ്പം കാനഡയിലാണ്, തിരിച്ചു വരും, എത്രയും പെട്ടെന്ന് തിരിച്ചു വരും, നമുക്ക് കുറച്ചുകൂടെ കാത്തിരിക്കാം. അമ്മ മരിച്ചുപോയി, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നെങ്ങനെ മോളോട് പറയാനാണ്? തൊട്ട് കുറച്ചു കാലമായിട്ട് അമ്മ തിരിച്ചു വരും, കാനഡയിലാണ് എന്ന് പറഞ്ഞ് പറ്റിക്കുകയാണ് ഹീറോ. അപ്പം മോള് പറയും, അങ്ങനെയാണെങ്കിൽ ഇപ്പം എനിക്ക് എൻ്റെ ഡോറിയോങ് വേണം, അതുണ്ടെങ്കിലേ ഞാൻ കിടക്കുള്ളൂ. അതൊരു പാവയാണ്, അത് ഇവിടെയല്ല, ഇവരുടെ ഫ്ലാറ്റിലാണുള്ളത്. ഹീറോ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു. മറ്റൊരു കുടുംബത്തെ കണ്ട് സ്വന്തം കുടുംബം നഷ്ടപ്പെട്ടതിലുള്ള സങ്കടം. അങ്ങനെ തിരിച്ച് ഫ്ലാറ്റിലേക്ക് എത്തി. അവിടെ ആ പാവയുണ്ട് ഡോറിയോങ്. അതിനെടുത്ത് തിരിച്ച് നടന്നു പോകുമ്പോഴാണ് തൻ്റെ ഭാര്യയുടെ ഓർമ്മകൾ വീണ്ടും അവനെ വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നു. അങ്ങനെ അന്നേ ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് ഹീറോ വർക്കിൽ ബിസി ആയിരിക്കുന്ന സമയത്ത് ഒരു കോള് വരും. സർ, ഞങ്ങൾ ഇമ്മാനുവൽ ചിൽഡ്രൻസ് സെന്ററിൽ നിന്നാണ്. നിങ്ങളുടെ അനിയത്തിക്കുട്ടി 96 മിസ്സായതല്ലേ? ഞങ്ങൾക്ക് അവരെ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഹീറോ അത് കേട്ട് ഞെട്ടും. എന്താ നിങ്ങൾ പറയുന്നത്? അതെ, ഞങ്ങൾക്ക് കണ്ടുകിട്ടിയിട്ടുണ്ട്, അവർ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ ഫോൺ നമ്പറും ആ സ്ഥലവും ഈ ചിൽഡ്രൻസ് സെന്റർ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു കോഫി ഷോപ്പിലേക്ക് വരുന്ന ഹീറോ ഫോൺ വിളിക്കുമ്പോൾ ഒരു സ്ത്രീ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവളാണ് അനിയത്തി, തൻ്റെ കാണാതെ പോയ അനിയത്തിക്കുട്ടി. ഹീറോ അവരോട് ചോദിക്കും, എന്തുകൊണ്ടാണ് ഇത്രയും കാലം കഴിഞ്ഞ് നിങ്ങൾ സ്വന്തം കുടുംബം കണ്ടുപിടിക്കാൻ തീരുമാനിച്ചത്? ഇത്രയും കാലം ഇവിടെയായിരുന്നു, എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ ലേഡി പറയും, ഞാനൊരു പാവപ്പെട്ട വീട്ടിലാണ് വളർന്നത്, പക്ഷെ ഒരുപാട് സ്നേഹവും കെയറും എൻ്റെ അച്ഛനും അമ്മയും തന്നിരുന്നു. അച്ഛനും അമ്മയും മരിച്ചിട്ട് ഇപ്പോൾ കുറച്ചു കാലമായിട്ടുള്ളൂ. ഒരു ആക്സിഡന്റിൽ പെട്ടാണ് അവർ മരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവരുടെ തിങ്സിനിടയ്ക്ക് ഒരു ലെറ്റർ കണ്ടത്. അവരെന്നോട് പറഞ്ഞത് ഒരു ഏജൻസി മുഖാന്തരം അവരെന്നെ അഡോപ്റ്റ് ചെയ്തു എന്നാണ്. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവർക്ക് എന്നെ ഒരു പാർക്കിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ കളഞ്ഞുപോയ കുട്ടിയാണെന്നറിഞ്ഞിട്ട് അവരെന്നെ എടുത്തു വളർത്തി. അപ്പോൾ ഹീറോ ചോദിക്കും, 6 വയസ്സുള്ളപ്പോഴാണ് നിങ്ങൾ മിസ്സായി പോകുന്നത്, നിങ്ങൾക്കൊന്നും ഓർമ്മയില്ല, പഴയ കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ലേ? അതിന് അനിയത്തി പറയും, അതെ, അതൊരു വിയേഡായ കാര്യമാണ്, പക്ഷെ ഞാനൊന്നും ഓർക്കുന്നില്ല. അപ്പോൾ ഹീറോ ആണെങ്കിൽ, ഞാൻ ഇമാജിൻ ചെയ്ത പോലെയല്ല നിങ്ങളെ കാണാൻ. അനിയത്തിക്കുട്ടിയുടെ പേര് യൂജിൻ എന്നായിരുന്നു. യൂജിൻ കുറച്ചുകൂടെ ഡിഫറൻ്റ് ആണ് എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇവള് ചോദിക്കും, യൂജിൻ എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? അതും ഹീറോയ്ക്ക് പറയാൻ അറിയുന്നില്ല. കണ്ടോ, നിങ്ങൾക്കും ഓർമ്മയില്ല. ആ പ്രായത്തെ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ചേട്ടനെ കണ്ട ഉടനെ മനസ്സിലാക്കി. ഇപ്പോൾ ഹീറോ എന്തായാലും തന്നെ കണ്ടതിൽ സന്തോഷം. പക്ഷെ ഇതേപോലെ ഒരുപാട് തവണ പല കുട്ടികളെയും കാണിച്ച് യൂജിനാണോ, യൂജിൻ കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പലയിടത്തും പോയിട്ടുണ്ട് കാലങ്ങൾക്ക് മുന്നേ. സോ എൻ്റെ പാരൻസിനെ സങ്കടപ്പെടുത്താതിരിക്കാൻ നമുക്ക് ആദ്യം ഒരു DNA ടെസ്റ്റ് നടത്താം, അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ അവർക്ക് പരിചയപ്പെടുത്താം. ലേഡി പറയും ശരിയെന്ന്. അങ്ങനെ ഓക്കെ പറഞ്ഞ് ഹീറോ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അപ്പോഴാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന സംഭവം. അമ്മ ഹീറോനെയും അനിയത്തിക്കുട്ടിയെയും ഒരുമിച്ച് കളിക്കാൻ വിട്ടു പാർക്കില്. അനിയത്തിക്കുട്ടിയുടെ കൈ വിടല്ലേ എന്നമ്മ കർശനമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ ഇവനാണെങ്കിൽ ബലൂൺ മേടിക്കാൻ വേണ്ടിയോ മറ്റോ അനിയത്തിക്കുട്ടിയുടെ കൈ വിട്ട് അത് മേടിച്ച് തിരിച്ചു വരവേ അനിയത്തിക്കുട്ടിയെ കാണാനില്ല. കാണാതായിപ്പോയി അവള്. താൻ കൈ വിടാതെ പിടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അനിയത്തിക്കുട്ടി നഷ്ടമാവില്ലായിരുന്നു എന്ന കുറ്റബോധം ഇത്രയും കാലമായിട്ടും ഹീറോയ്ക്കുണ്ട്. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മോള് വന്ന് വിളിക്കും, മുത്തശ്ശി കരയുന്നു എന്ന് പറഞ്ഞിട്ട് ചെന്ന് നോക്കുമ്പോൾ DNA ടെസ്റ്റിന് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് വന്നിരിക്കുന്നു. ആ പെണ്ണിനെ കണ്ട കാര്യം ഹീറോ അമ്മയോട് പറഞ്ഞിരുന്നില്ല. ഈ DNA ടെസ്റ്റ് റിപ്പോർട്ട് കണ്ടപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത്. അമ്മ കരഞ്ഞിട്ട് പറയും, അത് അവള് തന്നെയാണ് മോനെ, യൂജിൻ അവസാനമായിട്ട് വന്നിരിക്കുന്നു. ഹീറോ ഞെട്ടി പെട്ടെന്നെടുത്ത് ആ റിപ്പോർട്ട് നോക്കുമ്പോൾ 99.99% DNA മാച്ചുണ്ട്. അത് അനിയത്തിക്കുട്ടി തന്നെയാണ്, ഇവരുടെ ചോര തന്നെയാണ്. അന്ന് വൈകുന്നേരം ഹീറോ മോളെയും കൂട്ടി അവളുടെ പ്ലേ സ്കൂളും കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അനിയത്തി വീട്ടിലുണ്ടാവും. അമ്മ പറയും, യൂജിൻ ഇനി മുതൽ നമ്മുടെ കൂടെ കഴിയട്ടെ, കുറച്ചു കാലമായില്ലേ വിട്ടു പിരിഞ്ഞിട്ട്, അവൾ അറിയാനുള്ള സമയമാണത്. അപ്പൊ മോള് പറയും, ഞാൻ അച്ഛനമ്മേനെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, കുറച്ചു കാലം നിങ്ങളുടെ കൂടെ താമസിച്ചിട്ട് ഞാൻ തിരിച്ചെന്റെ പഴയ സ്ഥലത്തേക്ക് പോയിക്കോളാം. അത് കേട്ടുടനെ അച്ഛൻ, നീ എന്ത് വർത്താനാണ് ഈ പറയുന്നത്? ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഒരുമിച്ചാണ് ജീവിക്കേണ്ടത്, നമ്മൾ ഒരുമിച്ച് തന്നെ കഴിയും, ഇവിടെ ആർക്കാ കുഴപ്പം? എന്നാൽ മോൾക്ക് ആന്റി ഇഷ്ടമായിട്ടില്ല. അവള് പറയും, എനിക്ക് അമ്മേനെയാണ് വേണ്ടത്, ആന്റി അല്ലാന്ന്. ഉടനെ ആന്റി, മോളുടെ എന്താവശ്യം ആന്റിയോട് ചോദിച്ചോ, ആന്റി ചെയ്തു തരാം. മോൾക്ക് ഇപ്പം എന്താ വേണ്ട? മൊമോസ് ആണോ? ഇന്നാ കഴിച്ചോ എന്ന് പറഞ്ഞ് ആന്റി എടുത്തു കൊടുക്കും. അപ്പൊ തന്നെ മോൾക്ക് ആന്റിയോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി. പിറ്റേന്ന് ഇവർ അനിയത്തി താമസിച്ചിരുന്ന സ്ഥലത്ത് ചെന്ന് അവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് അവളെ കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് ഒരു സിസ്റ്റർ അങ്ങോട്ട് വരും, ഒരു ചെറിയ സുന്ദരി ലേഡി നഴ്സ്. ഈ ലേഡി നഴ്സിന്റെ കൂടെ ആയിരുന്നു നമ്മുടെ അനിയത്തി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്.
ചേച്ചി ഇവിടുന്ന് പോകുന്നത് ഞങ്ങൾക്ക് വലിയ നഷ്ടാ. എല്ലാ പേഷ്യൻസിനെയും മനസ്സിലാക്കി എല്ലാ ഡോക്ടേഴ്സിനും പ്രിയപ്പെട്ട ഒരു നഴ്സായിരുന്നു ഇവർ. ഞങ്ങൾ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യും. യു ആർ ദ ബെസ്റ്റ്. അങ്ങനെ അവർ ചിരിച്ചു വർത്താനം പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലെത്തിയ അനിയത്തിയാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് വളരെ സ്നേഹത്തോടെ. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായി. പിറ്റേന്നാണെങ്കിൽ വൈകിട്ട് ജോലി കഴിയാത്തതുകൊണ്ട് ഹീറോയ്ക്ക് മോളെ പിക്ക് ചെയ്യാൻ പോകാൻ പറ്റില്ല. അതവൻ ജോലിക്കാരിയെ വിളിച്ചു പറയും. വീട്ടിലൊരു ജോലിക്കാരിയുണ്ട്, ഒന്ന് പിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അനിയത്തി ഉടനെ ഹീറോയെ തിരിച്ചു വിളിച്ചിട്ട് മോളെ ഞാൻ പിക്ക് ചെയ്തോളാം, നിങ്ങൾ തിരക്കിലല്ലേ, ഞാൻ പിക്ക് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഹീറോ ഇല്ല, അവൾക്ക് അറിയാത്ത ആൾക്കാർ ഇഷ്ടമല്ല, അറിയാത്ത ആൾക്കാരുടെ കൂടെ അവൾ പോവില്ല, നിങ്ങൾ പുതിയതല്ലേ, ബുദ്ധിമുട്ടാവുമെന്ന് പറയുമ്പോൾ അനിയത്തി ചിരിച്ചിട്ട് ഞാൻ ഓൾറെഡി അവളെ പിക്ക് ചെയ്ത് കഴിഞ്ഞു, അവൾക്ക് എന്നെ ഇഷ്ടമായി, എന്റെ കൂടെ വരാൻ അവൾ തയ്യാറാണ്, ഞാൻ കൊണ്ടുപോവാണെന്ന് പറയും. ഹീറോ നന്ദി, താങ്ക് യു എന്ന് പറയുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ വളരെ ക്ഷീണിച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേൽക്കുക. ഹീറോ മോളെ ഒരുക്കിയിട്ടില്ല, സമയമായി. ഓടിച്ചെന്ന് മോളുടെ മുറി നോക്കുമ്പോൾ ആന്റി അവളെ നേരത്തെ ഒരുക്കി കഴിഞ്ഞു, പോകാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. മോള് പറയും എന്നെ ആന്റി എന്നെ ഇനി എല്ലാ ദിവസവും ഒരുക്കിയാൽ മതി, സ്കൂളിൽ കൊണ്ടുപോയി വിട്ടാൽ മതി, എനിക്കതാണ് ഇഷ്ടം. അത് മാത്രമല്ല ഒരുപാട് വിഭവസമൃദ്ധമായി ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, അതും ആന്റി തന്നെയാണ് ചെയ്തിരിക്കുന്നത്, എനിക്ക് ഒരു ജോലിയും ചെയ്യേണ്ടി വന്നില്ല, എല്ലാം നിങ്ങളുടെ പുതിയ മോളാണ് ചെയ്തതെന്ന് ജോലിക്കാരി പറയും. അതേപോലെ കൊച്ചുപെണ്ണ് കഴിക്കാത്തൊരു വെജിറ്റബിൾ ഉണ്ട്, അത് അവൾക്ക് ഇഷ്ടമല്ല, പക്ഷെ ആന്റി പറയുമ്പോൾ അവളത് വൈറ്റമിൻ ബിയാ എയാ, എനിക്കിത് ഒരുപാട് ഇഷ്ടമാണെന്നും പറഞ്ഞ് കഴിക്കാൻ തുടങ്ങും. അങ്ങനെ വലിയൊരു മാറ്റം വീട്ടിൽ. എല്ലാവർക്കും സന്തോഷം. എല്ലാവരും ആന്റിയെ സ്വീകരിച്ചു കഴിഞ്ഞു. വളരെ നല്ലൊരു പെണ്ണ്. ഹീറോ അനിയത്തി തനിച്ചു നിൽക്കുമ്പോൾ അവളോട് ചെന്ന് നന്ദി പറയും. നിന്നെ കാണാതായതിനു ശേഷം ഒരുപാട് സംഭവങ്ങൾ നടന്നു, ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായി വീട്ടിൽ. ഞാൻ പല കാര്യങ്ങളും അച്ഛനും അമ്മയ്ക്കും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നാലും നിന്റെ ഒരു കുറവ് അത് അവരെ നോവിച്ചുകൊണ്ടേയിരുന്നു, ഒന്നും തികഞ്ഞിരുന്നില്ല. ഇപ്പൊ അവര് സന്തോഷിക്കുന്നു, താങ്ക് യു. അപ്പൊ അനിയത്തി പറയും ഇത്രയും കാലം ഈ കുടുംബം നീയല്ലേ നോക്കിയത്, ഇനി എന്റെ കയ്യിലേക്ക് തന്നേക്ക്, ഞാൻ നോക്കിക്കോളാം. പക്ഷെ ഇനി ഞാൻ നോക്കിക്കോളാം, നീ വിട്ടേക്ക് എന്ന് പറയുന്ന അവളുടെ പറച്ചിൽ എന്തോ ഒരു പന്തികേട് ഹീറോയ്ക്ക് മണക്കും, എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ. ഇതവൻ തൻ്റെ ഡോക്ടറോട് പറയുന്നുണ്ട്. എന്തോ ഒരു വിയേർഡ് ഫീലുണ്ട്, എല്ലാവരും ഹാപ്പിയാണ്, എന്നാലും അവളുടെ വരവിൽ എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഡോക്ടർ പറയും 10-20 കൊല്ലമായിട്ട് നിങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞാലേ, തൻ്റെ അനിയത്തി തന്നെയല്ലേ അത്, പുതിയൊരാൾ കയറി വരുമ്പോൾ ചിലപ്പോൾ വിയേർഡായിട്ടൊക്കെ തോന്നും, അത് സാധാരണമാണ്, നിങ്ങളുടെ മനോവസ്ഥയും ശരിയല്ല, അതുകൊണ്ട് ഒരുപാട് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. ഈ മരുന്ന് തുടരെ കഴിക്കാൻ മറന്നു പോകരുത്, ഉറപ്പായിട്ടും കഴിക്കണം എന്ന് പറഞ്ഞ് മരുന്ന് എഴുതി കൊടുക്കുന്നു. ഹീറോ തിരിച്ചു വന്ന് ആ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ച് സമാധാനം. അപ്പോഴാണ് ജോലിക്കാരി വന്നിട്ട് അമ്മ നിങ്ങളെ കാണണം എന്ന് പറഞ്ഞു എന്ന് പറയുക. ഹീറോ ചെന്ന് നോക്കുമ്പോൾ അമ്മയെ സഹായിക്കാൻ വേണ്ടി പുതിയൊരു ജോലിക്കാരൻ വന്നിട്ടുണ്ട്, ഒരു ഫിസിക്കൽ തെറാപ്പിസ്റ്റ്. അയാളെ ഹീറോ കണ്ടിട്ടില്ല 2 ദിവസമായിട്ട്. ഇവിടെ ഉണ്ടായിരുന്നു പുള്ളി. അമ്മയാണെങ്കിൽ എഴുന്നേറ്റ് നടക്കുക, ശരിക്കും നടക്കാൻ പറ്റുന്നില്ല, 2 സ്റ്റിക്ക് ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് അവര് നടക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് വീണു പോകും. അവർ എഴുന്നേപ്പിച്ചിരുത്തിയിട്ട് ഹീറോ ആ തെറാപ്പിസ്റ്റിനോട് ചൂടാകും. ഇവരിതൊന്നും ചെയ്യാൻ പാടില്ല, അവർ സ്ട്രെയിൻ എടുക്കാൻ പാടില്ല എന്നാണല്ലോ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളോട് ആരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്, ഡോക്ടറാണോ നിങ്ങളെ വിട്ടത്? ഉടനെ അനിയത്തി കയറി വരുന്നു. ഒച്ച വെച്ച് സംസാരിക്കല്ലേ, പതിയെ സംസാരിക്കൂ, എന്നാലേ അയാൾക്ക് മനസ്സിലാകുള്ളൂ എന്ന് പറയും. എന്നിട്ട് ഇവൾ ആംഗ്യ ഭാഷയിൽ അങ്ങേരോട് സംസാരിക്കുന്നു, സോറി പറയുന്നു. ഞാൻ ജോലി ചെയ്തിരുന്ന എന്റെ പഴയ ആശുപത്രിയിലെ തെറാപ്പിസ്റ്റാണ് ഇങ്ങേര്, സംസാരിക്കാൻ കഴിയില്ല, പക്ഷെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും, വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആളാണ്, അമ്മയ്ക്ക് ഇങ്ങനൊരു സഹായിയെ ആവശ്യമുണ്ട്. അയാളും അമ്മയെ നന്നായിട്ട് പരിചരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. വൈകിട്ട് ഹീറോ അമ്മയെ ചെന്ന് കാണും. അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അമ്മേ? അമ്മ ഓക്കെ അല്ലേ? ഈ ഇടയായിട്ട് അമ്മ ചർച്ചിലേക്കൊന്നും പോകുന്നില്ല, ചർച്ചിലെ കൂട്ടുകാരെയും കാണാനില്ല, അമ്മ ഹാപ്പി അല്ലേ? ഇത് കേട്ട് അമ്മ പറയും ഞാൻ ചർച്ചിലേക്ക് പോകാൻ കാരണം തന്നെ എന്റെ ഹൃദയം പൊട്ടി വേദനിക്കുന്നുണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു ചായവ് എനിക്ക് വേണമായിരുന്നു, സമാധാനം വേണമായിരുന്നു. സ്വന്തം മോളെ കാണാതായ വിഷമത്തിൽ ഒരമ്മ എങ്ങനെയാണ് ജീവിച്ചു പോവുക? ഇപ്പോഴാണെങ്കിൽ എന്റെ മോളിതാ തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ ഈ പറയുന്നത് നിനക്ക് ഇഷ്ടമാകുമോ എന്നറിയില്ല, പക്ഷെ ദൈവം ഒരാളെ കുടുംബത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ പുതിയൊരാളെ കുടുംബത്തിലേക്ക് തരും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഹീറോയ്ക്ക് ആ കേട്ടത് വിഷമാവുമെങ്കിലും അമ്മയ്ക്ക് സമാധാനമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചെന്ന് കിടക്കുന്നു. രാത്രി ഉറക്കം വരുന്നില്ല. എഴുന്നേറ്റ് വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുമ്പോഴാണ് അനിയത്തി അവളുടെ മുറിയിലേക്ക് നടന്നു പോകുന്ന കാണാം. ഈ അനിയത്തിയുടെ പുറത്തായി എന്തോ മന്ത്രവാദത്തിന്റെ ഒരു ടാറ്റു കാണാം, മന്ത്രവാദത്തിൻ്റെതുപോലെ. അതെന്താണെന്ന് മനസ്സിലായില്ല. പിറ്റേന്ന് ഹീറോ ജോലിക്കാരിയോട് ചോദിക്കും യൂജിനെ കുറിച്ച് നിനക്ക് എന്താണ് അഭിപ്രായം എന്ന്. ജോലിക്കാരി പറയും എനിക്ക് അവരെ ഒരുപാട് നാളായിട്ട് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാനെങ്ങനെ പറയാനാ അഭിപ്രായം. അപ്പൊ ഹീറോ അതന്നെയാണ് നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ, നമുക്ക് അവളെ ഒരുപാട് കാലമായിട്ട് അറിയില്ല, അവൾ എങ്ങനെ ജീവിച്ചവളാണെന്ന് അറിയില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടി നീ അവളൊന്ന് വാച്ച് ചെയ്യോ, കെയർഫുള്ളായിട്ട്, പേടിക്കൊന്നും വേണ്ടെന്ന് പറയും ഹീറോ. ലേഡി ശരിയെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മോളെ ബാലറ്റ് ക്ലാസ്സിലേക്ക് വിളിച്ചോണ്ട് പോവാണ് ഹീറോ. ഹീറോ മോളെ കൊണ്ടുപോകുന്ന കണ്ടിട്ട് അനിയത്തി ചോദിക്കും നിങ്ങൾക്ക് ഇന്ന് ഒരു ദിവസമല്ലേ ലീവുള്ളൂ, നിങ്ങൾ റെസ്റ്റ് ചെയ്തോളൂ, മോളെ ഞാൻ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാം. ഉടനെ ഹീറോ വേണ്ട ഞാൻ അവളെ കൊണ്ടുപോവാണ് എന്ന് തറപ്പിച്ച് പറയും, കുറച്ച് ബലത്തോടെ പറയാണ്, അതിൽ നീ ഇടപെടണ്ട എന്ന രീതിക്ക്. പെട്ടെന്നാണ് അവന് കോള് വരുന്നത്, അർജന്റായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ
ചെയ്യാൻ പറ്റുക? അനിയത്തി പറയും, നിങ്ങൾ തിരക്കായില്ലേ, ഞാൻ കൊണ്ടുപോയിക്കോളാം, കുഴപ്പമില്ലല്ലോ. എന്താ ചെയ്യണ്ടേന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ജോലിക്കാരി വരുന്നു. ജോലിക്കാരി പറയും, എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, മോളുടെ കൂടെ ഞാനും ചെല്ലാം. കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ വളരെ നോർമലായി സംസാരിച്ച് ജോലിക്കാരിയും കൂടെ തന്നെ ചെല്ലുന്നുണ്ട്. സമാധാനത്തോടെ ഹീറോ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും. സംഭവം പോലീസാണ് വിളിച്ചത്. പോലീസുകാർക്ക് ഭാര്യയുടെ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്ന് ഒരു കാറിൽ നിന്ന് ഡാഷ് ക്യാം ഫൂട്ടേജ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ ഫൂട്ടേജ് ക്രാക്ഡ് ആണ്. അത് റിസ്റ്റോർ ചെയ്യാൻ കുറച്ചുകൂടി സമയം വേണം. ഞങ്ങൾ കേസ് അന്വേഷിക്കുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ആ ഫൂട്ടേജ് കിട്ടിയ ഉടനെ ഞാൻ നിങ്ങളെ അറിയിക്കാന്ന് പറഞ്ഞ് പോലീസുകാർ ഹീറോയെ പറഞ്ഞോടും. ഈ നേരത്ത് മോളുമായിട്ട് പുറത്തേക്ക് വന്ന അനിയത്തിയും ജോലിക്കാരിയും ഉണ്ട്. അതിൽ അനിയത്തിയെ കണ്ട് ഒരാൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അവളുടെ പുറകെ ഓടി വരാണ്. എടീ, അവിടെ നിൽക്ക്, നിന്നോടാ പറഞ്ഞ അവിടെ നിൽക്കാൻ. ഇയാളെ കണ്ട ഉടനെ പെണ്ണ് പെട്ടെന്ന് കയറി ലിഫ്റ്റിന്റെ ഡോർ അടച്ചു കളയും. അപ്പൊ ജോലിക്കാരി ചോദിക്കുന്നുണ്ട്, അയാളെ നിങ്ങൾക്ക് അറിയോ? എന്തിനാ അയാള് നിങ്ങളെ വിളിച്ചത്? ഉടനെ അനിയത്തി, എനിക്കൊന്നും അറിയില്ല അയാളെ, ഞാൻ ആദ്യമായിട്ട് കാണാം, നമ്മളെ ആയിരിക്കില്ല വിളിച്ചത്, വേറെ ആരെങ്കിലും ആയിരിക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് മോളെ കൊണ്ടുപോയി ഇവര് ബാലറ്റ് ക്ലാസ്സിന് വിടുന്നുണ്ട്. ഈ സമയത്ത് ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരുന്ന ജോലിക്കാരിയെ ആ അപരിചിതൻ കാണും. അയാൾ ജോലിക്കാരിയെ പിടിച്ച്, എവിടെയാടേ, നിന്റെ കൂടെ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ, പേക് സോങ്യോങ്, അവളെവിടെ, എനിക്ക് അവളെ കാണണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെ ക്രോസ് ചെയ്ത് അവള് ബിൽഡിങ്ങിനെ താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ആ അപരിചിതൻ ജോലിക്കാരിയുടെ പിടിയും വിട്ട് അനിയത്തിയുടെ പുറകെ ഓടി വരുന്നു. ഓടി വന്ന് പാർക്കിങ്ങിൽ അവളെ കയറി പിടിക്കുന്നുണ്ട്. എത്ര സന്തോഷത്തോടെ ജീവിച്ചതാടി ഞാൻ, നീ എല്ലാം നശിപ്പിച്ചു. നിന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കായിരുന്നു, നീ എന്താടി കാണിച്ചെന്നും പറഞ്ഞ് ഇവൻ കഴുത്തെ പിടിച്ച് ഞെക്കുന്നുണ്ട്. പിന്നീട് എന്താ സംഭവിച്ചെന്നറിയില്ല. സീൻ കട്ടായി. അവിടുന്ന് ലിഫ്റ്റ് വെച്ചിട്ടാണ് അനിയത്തിയെ കാണിക്കുന്നത്. ലിഫ്റ്റിലേക്ക് ജോലിക്കാരിയും മോളും വരുന്നു. നിങ്ങൾ എവിടെ പോയിരിക്കുകയായിരുന്നു? ഞങ്ങൾ നിങ്ങളെ ഒരുപാട് നേരമായിട്ട് കാത്തിരിക്കുകയായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അനിയത്തി പറയും, എനിക്ക് വഴി തെറ്റിപ്പോയി, ഞാൻ വിൻഡോ ഷോപ്പിങ്ങിലായിരുന്നു, ഇപ്പോഴാണ് കറക്റ്റ് സ്ഥലം മനസ്സിലായത്, ഉടനെ ഞാൻ തിരിച്ചു വന്നു എന്ന് അവൾ പറയും. അവളുടെ പെരുമാറ്റത്തിലൊക്കെ എന്തോ ഒരു കുഴപ്പമുണ്ട്. കഴുത്തിൽ നഖം തട്ടിയതിന്റെ പാടുണ്ട്. ജോലിക്കാരിക്ക് അപ്പം തന്നെ സംശയമാവും, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, ഒരു പിടിയുമില്ല. ഇവര് കാർ എടുക്കാൻ വേണ്ടി കാർ പാർക്കിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ പോലീസുകാരെയും ആൾക്കൂട്ടത്തെയും കണ്ട് ജോലിക്കാരി അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ആ അപരിചിതനെ ആരോ തലക്കടിച്ച് കൊന്നിരിക്കുന്നു. ഇവള് ഞെട്ടി. ജോലിക്കാരി പേടിച്ച് പറിച്ചിരിക്കുകയാണ്. അനിയത്തിയുടെ കൂടെ കാറിൽ കയറി ഇവര് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അപ്പൊ അനിയത്തി ചോദിക്കും, നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എത്ര കാലമായിട്ട് ജോലി ചെയ്യുന്നു? ജോലിക്കാരി പറയും, ഒരു 5 വർഷമായിട്ട് ഞാൻ അവിടെയുണ്ട്. ഓഹോ, അങ്ങനെയാണെങ്കിൽ നിങ്ങളും ആ കുടുംബത്തിലെ ഒരു അംഗം പോലെയാണല്ലേ എന്ന് ചോദിക്കുന്നതിന് ജോലിക്കാരി ഉത്തരവൊന്നും പറയുന്നില്ല. മെല്ലെ മൊബൈലെടുത്ത് ഹീറോയ്ക്ക് വിളിക്കാൻ നോക്കുകയാണ്. അപ്പോഴേക്കും ഇവള് കാറിന്റെ ബ്രേക്ക് ചവിട്ടി, നമ്മൾ രണ്ടുപേരും മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്നും പറഞ്ഞ് കാറ് മറ്റെങ്ങോട്ടോ എടുത്തോണ്ട് പോകും. പിറ്റേന്നാണ് ഹീറോ അറിയുന്നത്, അമ്മ പറഞ്ഞറിയാം, ജോലിക്കാരി ഏതോ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ നാട് വിട്ട് ഒളിച്ചോടിപ്പോയി. ലെറ്റർ എഴുതി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. എനിക്കൊരാളെ ഇഷ്ടമാണ്, അയാളുടെ കൂടെ ജീവിക്കാൻ ഞാൻ പോകുന്നു. അച്ഛനും പറയും, ഇടയ്ക്കിടെ അവള് ടൗണിൽ പോകുന്ന കാണാറുണ്ട്, എന്തിനാണെന്നൊന്നും പറയാറില്ല. ഹീറോയ്ക്ക് സംശയം, 5 വർഷമായിട്ട് ആ പെണ്ണ് വിയേഡായിട്ട് പെരുമാറിയിട്ടൊന്നുമില്ലല്ലോ, പെട്ടെന്ന് എങ്ങനെ പോയി? അനിയത്തി പറയും, ഞാനും കണ്ടതാ, അവള് പോകുന്നു ഞാൻ കണ്ടതാ. എന്നാലും ഹീറോയ്ക്ക് സംശയം. പക്ഷെ പോണെങ്കിൽ പറയണമല്ലോ എന്നിവൻ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുമ്പോൾ അമ്മ പെട്ടെന്ന് കൈകൊണ്ട് അവനെ തടഞ്ഞിട്ട്, അത് മറന്നേക്ക് മോനെ, ഭക്ഷണം തണുക്കുന്നു, നീ ഭക്ഷണം എടുത്ത് കഴിക്കുന്നു പറയും. ഒരു വലിയ സംഭവം നടന്നിരിക്കുന്നു. ഇവരെല്ലാം വളരെ കൂളായിട്ടാണ് പെരുമാറുന്നത്. മോളുടെ ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ എന്തോ ഒരു മാറ്റം. ഇവരെല്ലാം സൈലന്റ് ആയിട്ടിരുന്ന് ചവച്ച് കഴിക്കുന്നു. എന്തോ ഒരു മൂകത, എന്തോ ഒരു കുഴപ്പം അവിടെ ഉണ്ട്. അത് ഹീറോയ്ക്ക് മനസ്സിലായി. അപ്പോഴാണ് പോലീസുകാർ വിളിക്കുന്നത്, സാർ ഫൂട്ടേജ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതില് കാർ ആക്സിഡന്റ് ആക്കിയത് ആരാണെന്ന് വ്യക്തമൊന്നുമല്ല, ആ കാറും ആരുടേതാണെന്ന് കിട്ടിയിട്ടില്ല, വേണമെങ്കിൽ ഫൂട്ടേജ് കാണിക്കാന്ന് പറഞ്ഞ് അവർ കാണിച്ചു കൊടുക്കുന്നു. അതിൽ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവം, ഈ ആക്സിഡന്റ് നടക്കുന്ന സ്ഥലത്ത് ഹീറോയുടെ അനിയത്തിയുണ്ട്. ഇപ്പോ അനിയത്തിയായിട്ട് വീട്ടിലേക്ക് വന്ന ആ സ്ത്രീ ആ സ്ഥലത്തുണ്ടായിരുന്നു. ഇവൻ ഉടനെ ഓടി സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് വന്നിട്ട് അവന് ഹിപ്നോതെറാപ്പി ചെയ്യണമെന്ന് പറയും. ഓൾറെഡി പലതവണ ചെയ്തിട്ടുണ്ട്, വീണ്ടും ചെയ്യുന്നത് അവന്റെ ഹെൽത്തിന് ആപത്താണ്. അവസാനം ഒരൊറ്റ തവണ എനിക്കൊരു കാര്യം ചെക്ക് ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് അവസാനമായിട്ട് ഒരു തവണ ഹിപ്നോതെറാപ്പി ചെയ്യുന്നു. ഇവൻ ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് പോവാണ്. തന്റെ ഓർമ്മയിൽ ആ കാർ ഏതാണ്, അവിടെ നടന്നത് എന്താണ് എന്ന് ചിന്തിച്ചെടുക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഇവൻ ബ്ലാക്ക് ഔട്ട് ആയി പോയിരുന്നു. അവൻ അതിന്റെ ഓർമ്മയിലേക്ക് വീണ്ടും കടന്നു പോകുമ്പോഴാണ് അവിടുന്ന് ചെറുപ്പകാല ഓർമ്മയിലേക്ക് ആ ഓർമ്മ ഡൈവേർട്ടായി പോകുന്നു. ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് ആ സീനിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, കാർ ഇടിച്ചത് ആരാണ്, അവിടെ എന്താണ് സംഭവിച്ചെന്നുള്ളത് ഇത്രയും കാലമായിട്ട് ഹീറോയ്ക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇത്തവണ അവൻ ആ പാർക്കിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. ഓടി തന്റെ ഭാര്യയുടെ അടുത്തേക്ക് വരുന്നു. ഭാര്യ മരിക്കാൻ കിടക്കാണ്. പാവം, ഭാര്യ ഇടിച്ചതാരാണെന്ന് അവന് മനസ്സിലായി. ഇത്തവണ അവൻ കണ്ടു, ഇടിച്ച ആളുടെ മുഖം കണ്ടു.
അതേസമയം ഈ ക്രൈം സീനിൽ അവന്റെ അനിയത്തി ഉണ്ടായിരുന്നു. അതവൻ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇത് മനസ്സിലാക്കിയ ഉടനെ വീട്ടിലേക്ക് ഹീറോ ഓടി വരികയാണ്. വരാൻ നേരം പുതിയൊരു ജോലിക്കാരി, പഴയ ജോലിക്കാരിക്ക് പകരം പുതിയൊരു ജോലിക്കാരിയെ നിയമിച്ചിരിക്കുന്നു. അച്ഛൻ പറയും, ഈ തെറാപ്പിസ്റ്റിന്റെ കെട്ടാൻ പോകുന്ന പെണ്ണാണത്. രണ്ടുപേരും നല്ല കപ്പിളാണല്ലേ, നല്ല ജോലിക്കാരുമാണ്, ഇവരിവിടെ കഴിഞ്ഞോട്ടെ, നമുക്ക് അവൻ ആവശ്യമുണ്ടല്ലോ. അപ്പൊ ഹീറോ അവരിവിടെ കഴിയണോ വേണ്ടിയോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ആദ്യം യൂജിനെ നമുക്ക് തന്ന ആൾക്കാരില്ലേ, യൂജിന്റെ വീട്ടുകാര്, യൂജിനെ അറിയുന്നവര്, അവർക്കൊക്കെ നമ്മളൊരു നന്ദി പറയണ്ടേ. ഇത് കേട്ടുടനെ യൂജിൻ പറയും, ഞാൻ അവർക്കെല്ലാം ഓൾറെഡി നന്ദി പറഞ്ഞല്ലോ, ഇനി എന്താ കുഴപ്പം? എന്നാ ഹീറോ, ഇല്ല, ഞങ്ങൾക്ക് അവരെല്ലാം ഒന്ന് കാണണം, അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് പോയി നമ്മളെല്ലാരും കൂടി പോയിട്ട് നാളെ തന്നെ പോയിട്ട് അവരെല്ലാം കണ്ടാലോ. ഇങ്ങനെ പറയുമ്പോ ആ പെണ്ണിന്റെ മുഖം മാറുന്നുണ്ട്. ജോലിക്കാരിയാണെങ്കിൽ കൊണ്ടുവന്ന പാത്രം തട്ടിയിടുകയും ചെയ്യും. ചൂടുപാത്രം അമ്മയുടെ കാലി വീണിട്ട് അമ്മയുടനെ അവര് ബെഡ്റൂമിലേക്ക് എടുത്തോണ്ട് പോകുന്നു. അനിയത്തിയുടെ നോട്ടമൊന്നും ശരിയല്ല. പിറ്റേന്ന് ഹീറോ ഈ അനിയത്തിയെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഹീറോയെ ഒരു ചിൽഡ്രൻസ് സെന്റർ വിളിച്ചില്ലേ, അവരെ വിളിച്ച്, സാർ, നിങ്ങളുടെ സെന്ററാണ് എൻ്റെ അനിയത്തിയെ കണ്ടുപിടിച്ച് തന്നത്, എനിക്ക് നിങ്ങളെ നേരിട്ട് കാണാൻ പറ്റുമോ, നിങ്ങളുടെ സെന്ററിലേക്ക് വരാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ ചോദിക്കും. അപ്പോൾ പുള്ളിക്കാരൻ, ഇല്ല, ഞാനൊരു ബിസിനസ് ട്രിപ്പായിട്ട് പുറത്താണ്, ഞാൻ വേറെ കൺട്രിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലും കൂടിയാണ്, ഇപ്പൊ കാണാൻ പറ്റില്ല, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ആവാം, സോറി എന്ന് പറഞ്ഞ് അയാൾ കോള് കട്ട് ചെയ്തു. ഹീറോ ഈ ഇമ്മാനുവൽ ചിൽഡ്രൻസ് സെന്റർ, ഇവര് പറഞ്ഞ സ്ഥലം, അതിന്റെ വെബ്സൈറ്റ് എടുത്ത് അഡ്രസ്സ് നോക്കി ആ അഡ്രസ്സിലേക്ക് വന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു സെന്ററേ ഇല്ല, ചിൽഡ്രൻസ് സെന്ററേ ഇല്ല, അതൊരു മാർക്കറ്റാണ്, ഫേക്ക് അഡ്രസ്സും ഫേക്ക് വെബ്സൈറ്റുമാണ്. ഇത് മനസ്സിലാക്കി അവൻ തിരിഞ്ഞു വരുന്ന സമയത്താണ് അനിയത്തി നഴ്സായിട്ട് ജോലി ചെയ്തിരുന്നു, അവിടെ കൂടെ ജോലി ചെയ്തിരുന്ന ബൈ പറയാൻ വേണ്ടി വന്ന ഒരു കുഞ്ഞു നഴ്സ് പെണ്ണില്ലേ, ആ പെണ്ണിന്റെ പടം ഒരു പരസ്യത്തിൽ കാണുന്നു. ഉടനെ ഹീറോ തന്റെ കൂട്ടുകാരനെ വിളിച്ച് ആ പരസ്യം കൊടുത്ത പരസ്യ കമ്പനി അവരാരാണെന്ന് ചോദിക്കാൻ പറയും. അതിലെ ജോലിക്കാർ ഇപ്പൊ എവിടെയാണ് ജോലി ചെയ്യണമെന്ന് ചോദിക്കും. അങ്ങനെ ഈ പെൺകുട്ടി ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിച്ച് ഹീറോ അങ്ങോട്ട് തന്നെ വന്ന് അവളെ പിടിക്കുകയാണ്. അപ്പൊ അവള് പറയും, ഞാനിങ്ങനെ ചെറിയ ചെറിയ ആഡ് ഫിലിമും ആക്ടിങ്ങും വല്ല പാവകളി വേഷോ ഇതൊക്കെ ചെയ്ത് ജീവിക്കുന്ന പെൺകുട്ടിയാണ്, എനിക്ക് ആ ലേഡി പണം തന്നിട്ട് ഒരു നഴ്സായിട്ട് അഭിനയിക്കാൻ പറഞ്ഞു, ആ പെണ്ണ് പറഞ്ഞ അതുപോലെ തന്നെ ഞാൻ അഭിനയിക്കുകയും ചെയ്തു, ഞാൻ ആദ്യമായിട്ടാണ് ആ പെണ്ണിനെ കാണുന്നത്, ഒരൊറ്റ ദിവസമേ കണ്ടിട്ടുള്ളൂ, പിന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയും ആ കുഞ്ഞു പെണ്ണ്. അവിടുന്ന് ദേഷ്യത്തോടെ ഹീറോ വീട്ടിലേക്ക് വരും. പണ്ട് അമ്മയെ താലോലിച്ചുകൊണ്ട് ആ തെറാപ്പിസ്റ്റും അച്ഛനെ കൊഞ്ചിച്ചുകൊണ്ട് ആ ജോലിക്കാരി, എന്തോ ഒരു കുഴപ്പം, ഒന്നും അറിയാത്ത പോലെ, നിങ്ങൾ തിരിച്ചെത്തിയോ എന്ന് ചോദിക്കും അനിയത്തി. ഉടനെ ഹീറോ, നീ ആരാണ്, സത്യം പറ, നീ ആരാണ്, നിന്നെ കണ്ടുപിടിച്ചു എന്ന് പറയുന്ന സെന്റർ അങ്ങനെ ഒരു സെന്ററേ ഇല്ല, നിന്റെ കൂടെ ജോലി ചെയ്ത നഴ്സ് അതൊരു മങ്കി കോസ്റ്റ്യൂം ആക്ടറാണ്, നീ ആരെയാ പറ്റിക്കാൻ നോക്കുന്നു, ഇവള് പറഞ്ഞ എല്ലാം കള്ളാണ് അമ്മയെന്നും പറഞ്ഞ് ഹീറോ ആ കോസ്റ്റ്യൂം ഇട്ട് ജോലി ചെയ്യുന്ന നഴ്സിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. ഇത് നിങ്ങളുടെ മോളല്ല, ഇവള് പറ്റിക്കായിരുന്നു നമ്മളെ. ഇത് കേട്ടുടനെ യൂജിൻ നിലത്തിരുന്ന്, അച്ഛനും അമ്മ എന്നോട് ക്ഷമിക്കണം, ഞാൻ നുണ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്, ഞാനൊരു നഴ്സൊന്നുമല്ല, ഞാൻ അധികം പഠിച്ചിട്ടുമില്ല, ഞാൻ പഠിക്കാത്തൊരു മണ്ടിപ്പെണ്ണാണ്, അറിവില്ലാത്തവളാണ്, ഒന്നിനും കൊള്ളാത്ത ഉപയോഗമില്ലാത്ത പെണ്ണാണെങ്കിൽ നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ലെങ്കിലോ, അത് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, എനിക്ക് നിങ്ങളെ പരിചരിക്കണമായിരുന്നു, നിങ്ങളുടെ സ്നേഹം വേണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കള്ളം പറഞ്ഞത്, എന്റെ ജോലിയുടെ കാര്യം മാത്രമേ ഞാൻ കള്ളായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഉടനെ അച്ഛൻ പറയും, സെന്റേഴ്സ് ഒക്കെ ക്ലോസ് ചെയ്യും, അതിനിപ്പോൾ എന്താ കുഴപ്പം, നമ്മൾ DNA ടെസ്റ്റ് ചെയ്താണല്ലോ, ഇവളൊരു നഴ്സ് ആണെങ്കിൽ എന്താ, അല്ലെങ്കിൽ എന്താ, പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ, ഇവള് നമ്മുടെ വീട്ടിലെ കുട്ടിയാണ്. അപ്പൊ ഹീറോ, ഇല്ലച്ചാ, ഇതിലെന്തോ കുഴപ്പമുണ്ട്, ഭാര്യ മരിച്ച സ്ഥലത്ത് അവിടെ ഞാൻ ഇവളെ കണ്ടിരുന്നു, ഇവളെന്തോ പ്ലാനിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇത് കേട്ടുടനെ അച്ഛൻ ദേഷ്യപ്പെട്ട്, നിനക്ക് പോലും ഓർമ്മയില്ല അന്ന് എന്താ സംഭവിച്ചെന്ന്, നിനക്ക് പോലും ഓർമ്മയില്ല, നീ ബോധം കെട്ട് വീണ് കിടക്കുകയായിരുന്നു, ഒരാണായിട്ട് നിന്റെ ഭാര്യ മരിച്ചത് ഏറ്റെടുക്ക്, എന്നിട്ട് മുന്നോട്ട് പോകാൻ നോക്ക്, നിനക്ക് കുഞ്ഞുള്ളതാ, ഇനിയും തൂങ്ങിപ്പിടിച്ചിരിക്കാതെ, നിന്റെ മാനസിക നില ശരിയല്ല, നീ മരുന്ന് കഴിക്കുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം. നോക്കുമ്പോൾ ഇവൻ കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന്, ആ ഡ്രഗ്സ്, അത് ഇവള് അച്ഛനും അമ്മയുടെ മുന്നിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, അച്ഛനും അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അമ്മ പറയും, അവൾ എന്റെ മോളാണ്, എന്റെ കുടുംബമാണ്, അതാരും മാറ്റാൻ നോക്കണ്ട, നിനക്കിഷ്ടല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. ഇത് പറഞ്ഞു കഴിഞ്ഞ അമ്മ ബോധം കെട്ട് വീഴുന്നുണ്ട്, അമ്മയുടെ മൂക്കിൽ നിന്ന് രക്തവും വരുന്നു. ഇവരുടനെ ആശുപത്രിയിലേക്ക് എത്തിക്കും. ഡോക്ടർ പറയും, അതൊരു ടെമ്പററി ബ്ലഡ് പ്രഷറാണ്, കുഴപ്പമൊന്നുമില്ല, ഇന്ന് നൈറ്റ് റെസ്റ്റ് ചെയ്തിട്ട് നാളെ ഡിസ്ചാർജ് ചെയ്യാം. അപ്പൊ അനിയത്തി ചോദിക്കും, ഇന്ന് രാത്രി ഞാൻ അമ്മയുടെ കൂടെ നിന്നോട്ടെ, നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമായിട്ടില്ല അല്ലേ? അതിന് ഹീറോ, എന്നോട് ക്ഷമിക്ക്, ഞാൻ നിന്നെ സംശയിച്ചു പോയി, ഒരു ഭയത്താൽ അങ്ങനെ സംഭവിച്ചു, കുഴപ്പമില്ല, അമ്മയെ നോക്കിക്കോ, എനിക്ക് ചെറിയ വർക്കുണ്ടെന്നും പറഞ്ഞ് അവളുടെ തോളത്തും തട്ടി ഹീറോ ഇറങ്ങിപ്പോകും. പക്ഷേ ശരിക്കും അവളെ സമാധാനിപ്പിച്ച് തോളത്ത് തട്ടിയത് അവളുടെ മുടിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. DNA ടെസ്റ്റിന് കൊടുത്ത് അത് ശരിക്കും തന്റെ അനിയത്തിയാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി. വീട്ടിലേക്ക് തിരിച്ചു വന്ന ഹീറോ മോൾ അന്വേഷിക്കുമ്പോൾ മോൾ എന്തോ പാതി മയക്കത്തി ബോധമില്ലാത്ത പോലെ നടക്കുന്നു. അവൾ നന്നെ ക്ഷീണിച്ചിട്ടുമുണ്ട്.
ജോലിക്കാരി പറയും കുട്ടികൾ വളരുമ്പോൾ ക്ഷീണിക്കും, അവരുടെ വെയിറ്റ് കുറയുന്നു. ഈ ജോലിക്കാരിയെ ഹീറോയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. ഞാൻ എൻ്റെ മോളെ കൊണ്ടുപോകാം, ഞാൻ കിടത്തി ഉറക്കാന്ന് പറഞ്ഞ് ഹീറോ മോളെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഈ സമയത്ത് അനിയത്തിക്ക് ആരോ വിളിക്കുന്നുണ്ട്. ഇവള് മറ്റൊന്നും പറയുന്നില്ല, എല്ലാം പറഞ്ഞതുപോലെ എന്ന് മാത്രം. എന്തോ ഒരു പ്ലാനിങ് ആണെന്ന് മാത്രം മനസ്സിലാവുന്നുണ്ട്. ആ നേരം അമ്മ മോളെ എൻ്റെ അടുത്ത് വായോ, നീ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനാണ് എനിക്കിഷ്ടം, എൻ്റെ ചെവിയിൽ പറയ് എന്ന് പറയും. ഇപ്പൊ ചെവിയിൽ ഇവൾ എന്തൊക്കെയോ മന്ത്രിച്ചു കൊടുക്കുന്നു. അത് കേട്ട അമ്മയ്ക്ക് വളരെ സന്തോഷം, അവരാനന്ദിക്കുകയാണ്. ഈ സമയം വീട്ടില് മോളെ കിടത്തി ഉറക്കിയിട്ട് അപ്പനിങ്ങനെ അടുത്തിരിക്കുകയാണ്. അപ്പൊ മോള് ഹയോൻ എന്നെ വിളിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആരാണ് ഈ ഹയോൻ? പിറ്റേന്ന് പ്ലേ സ്കൂളിൽ ചെന്ന് ഹീറോ ചോദിക്കും, ഇവിടെ ഹയോൻ എന്ന് പറഞ്ഞ ഏതെങ്കിലും കുട്ടി പഠിക്കുന്നുണ്ടോ? ആ ടീച്ചർ പറയും, ഇല്ല, അങ്ങനെ ആരും ഇവിടെ പഠിക്കുന്നില്ലല്ലോ. അപ്പൊ ഹീറോ, ഞാനല്ലാതെ മറ്റാര് വിളിച്ചാലും കുഞ്ഞിനെ കൊടുക്കരുത്, ഞാൻ തന്നെ നേരിട്ട് വന്ന് പിക്ക് ചെയ്യാന്ന് പറയും. അവിടെ നിങ്ങേര് നേരെ ലാബിൽ ചെന്ന് തന്റെ DNA-യും അനിയത്തിയുടെ DNA-യും കൊടുക്കുന്നു. ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് കിട്ടാൻ കുറച്ച് സമയമാകും. ആ സമയത്താണ് പോലീസുകാരൻ വിളിക്കുന്നത്. ഹീറോ തന്റെ ജോലിക്കാരിയെ കാണാതായി എന്നുള്ള കേസ് കൂടി കൊടുത്തിട്ടുണ്ട്. പോലീസുകാരൻ പറയും, ജോലിക്കാരിയെ കാണാതായ ദിവസം തന്നെ ഒരു കൊലപാതകം കൂടി നടന്നിട്ടുണ്ട്. അങ്ങനെ ഫോട്ടോ കാണിച്ച് നിങ്ങൾക്ക് ഇയാൾ അറിയോ? ഹീറോ അറിയില്ല എന്ന് പറയും. ഇയാൾ അന്ന് മരണപ്പെട്ടു, കൊലപാതകമായിരുന്നു അത്. ആ ദിവസം തന്നെ അടുത്തുള്ള ആ മേർഡർ സീനിലുണ്ടായിരുന്ന ആരെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് സസ്പെക്റ്റ് ആവാം, അല്ലെങ്കിൽ വിക്ടിം ആകാം. ആ മരിച്ച ആള് അടുത്തന്നെയുള്ള മെക്കാനിക്കൽ റൂമിലാണ് താമസിച്ചിരുന്നത്. അയാൾ ഒരു കാലത്ത് വലിയൊരു കമ്പനിയുടെ CEO ആയിരുന്നു. പിന്നെ എല്ലാം നഷ്ടപ്പെട്ട് ഒരു സാധാരണ മെക്കാനിക്കൽ റൂമിലാണ് താമസിച്ചിരുന്നത്. ഹീറോ പറയും, അയാളെക്കുറിച്ച് ജോലിക്കാരി ഒരിക്കൽ പോലും സംസാരിച്ചിട്ടൊന്നുമില്ല. അവർ തമ്മിൽ അറിയുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അന്ന് എൻ്റെ സിസ്റ്ററും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവരൊരു കാര്യം ചെയ്യും, നമുക്ക് അന്നത്തെ CCTV ചെക്ക് ചെയ്യാന്ന് പറഞ്ഞ് ആ ബിൽഡിങ്ങിലെ CCTV ചെക്ക് ചെയ്യും. അവിടെയാണെങ്കിൽ ലിഫ്റ്റിനകത്ത് മാത്രമേ CCTV ഉള്ളൂ. എന്തായാലും ജോലിക്കാരി കാണാതായ ദിവസം സിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നല്ലോ. അന്നെയാണ് മർഡർ സംഭവിച്ചിട്ടുള്ളത്. ഇതിനൊപ്പം ഹീറോയും പറയും, സാർ, എനിക്ക് എൻ്റെ സിസ്റ്റർ സംശയമുണ്ട്, നിങ്ങൾ അവളെ ക്വസ്റ്റ്യൻ ചെയ്യണം. അങ്ങനെ പിറ്റേന്ന് പോലീസുകാരൻ ഹീറോയുടെ വീട്ടിലേക്ക് വരുന്നു. സിസ്റ്ററെ കാണുന്നു. ഈ മരിച്ച ആളെ കുറിച്ച് ചോദിക്കുകയാണ്, അയാൾ അറിയോന്ന്. സിസ്റ്റർ ഇല്ല, അറിയില്ല എന്ന് പറയും. ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരു ജോലിക്കാരി നിങ്ങളുടെ വരവിന് ശേഷം കാണാതായിരിക്കുന്നു. അതൊരു കുഴപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അതേപോലെ നിങ്ങൾ ഈ വീടിന്റെ ഇന്റീരിയർ മാറ്റിയിട്ടുണ്ട്, 2 പുതിയ ജോലിക്കാരെ എടുത്തിരിക്കുന്നു. എന്താണ് ഇതിനൊക്കെ അർത്ഥം? സിസ്റ്റർ പറയും, എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് 2 ജോലിക്കാരെ ഞങ്ങൾക്ക് വേണം, എന്നാലേ കംഫർട്ട് ആവുള്ളൂ. കുടുംബത്തിന്റെ അത്യാവശ്യമാണത്. അപ്പൊ പോലീസുകാരൻ ചുറ്റും ചെക്ക് ചെയ്തിട്ട്, നിങ്ങൾ ഈ കുടുംബത്തിലെ അംഗമാണ്, നിങ്ങൾ വന്നതിന് ശേഷം ഒരു കുടുംബ ഫോട്ടോ പോലും നിങ്ങൾ എടുത്തിട്ടില്ലല്ലോ, അതെന്താ അങ്ങനെ? ഇങ്ങനെ ഇവർ തമ്മിൽ കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞ് പോലീസുകാരൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ തന്നെ ഹീറോയ്ക്ക് വിളിക്കും, ഞാൻ സംസാരിച്ചു കഴിഞ്ഞു, അവർക്കന്ന് മരിച്ച ആളറിയില്ല, അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനത്തിലൊന്നും എനിക്ക് സംശയം തോന്നുന്നില്ല, ഒരു കുഴപ്പക്കാരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സംഭവം ഇവള് പോലീസുകാരനെ മാനിപ്പുലേറ്റ് ചെയ്തു. അത് ഇങ്ങനെയാണ്, ഞാൻ വന്ന് കയറിയത് എൻ്റെ ചേട്ടന് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഭാര്യ മരിച്ചു. ആ ഒരു വേദനയിലിരിക്കുമ്പോൾ കുടുംബത്തിലേക്ക് സന്തോഷത്തോടെ പുതിയൊരാൾ വന്ന് കയറിയത് എൻ്റെ ചേട്ടന് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ പോലും എടുക്കാത്തത്. അങ്ങേര് മെന്റലി ഡിസ്റ്റർബ്ഡ് ആണ്, ഒരുപാട് ഹാലൂസിനേറ്റ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ കഥകൾ പറയുന്നുണ്ട്. ഇപ്പൊ പുള്ളി ഒരു തെറാപ്പിസ്റ്റിനെ കണ്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ ജോലിക്കാരിയെ മറ്റൊരാളുടെ കൂടെ എൻ്റെ അച്ഛൻ പോലും കണ്ടതാണ്. അവൾ ഇറങ്ങിപ്പോകുന്ന എൻ്റെ അച്ഛൻ കണ്ടതാ. അല്ലേ അച്ഛൻ ചോദിക്കുമ്പോൾ അച്ഛൻ ഇവരുടെ മുന്നിലേക്ക് വന്നിട്ട്, അതെ ഞാൻ കണ്ടിരുന്നു, എൻ്റെ 2 കണ്ണുകളും കൊണ്ട് ഞാൻ കണ്ടിരുന്നു, അവള് അയാളുമായിട്ട് ഇറങ്ങിപ്പോകുന്നു. ഇങ്ങനെ അച്ഛനും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോലീസുകാരന് ക്ലിയറായി, കുഴപ്പമൊന്നുമില്ല. പോലീസുകാരൻ പറയും, സാർ, ഇവിടെ കുഴപ്പമൊന്നുമില്ല, ആ മിസ്സായി പോയ ലേഡി നിങ്ങളുടെ ജോലിക്കാരി അവസാനമായിട്ട് വിളിച്ചത് നിങ്ങളുടെ ഫോണിലേക്കാണ്, അതുകൊണ്ട് നിങ്ങളിപ്പോൾ സസ്പെക്റ്റ് ആയിട്ട് വരും, ചില കാര്യങ്ങൾ അന്വേഷണത്തിലൂടെ സോൾവ് ആകും, പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഹീറോയെ സമാധാനിപ്പിക്കുന്നു. ഹീറോയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല, എല്ലാം തലതിരിഞ്ഞു പോയി. ഈ നേരം അനിയത്തി അച്ഛൻ എന്തോ ചെയ്തിട്ടുണ്ട്, പുള്ളിക്കാരൻ കഞ്ചാവ് അടിച്ചതുപോലെയോ വലിയ സെയ്ത്താൻ കൂടിയതുപോലെയോ ഉള്ളൊരവസ്ഥയിലിരിക്കുകയാണ്. ഒരു റിയാക്ഷനും ഇല്ല.